ഹലോ ആൻഡ് ഹായ്. ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ചെറുപയർ പുളിങ്കറിയാണ്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ഇവിടെ എനിക്ക് കുക്കറിനകത്ത് ഞാൻ 1 കപ്പ് ചെറുപയർ വെച്ചിട്ടുണ്ട്. അതിൽ പാകത്തിന് വെള്ളവും ഉപ്പും ഒഴിച്ച് അടച്ചു വെച്ച് 1 വിസിൽ വന്നപ്പോൾ അത് വെന്തിട്ടുണ്ട്. ഞാൻ മാറ്റി പാനിലാക്കി അടുപ്പത്ത് വെച്ചിരിക്കുക. ഇനി ഇതിന് വേണ്ട സാധനങ്ങൾ മഞ്ഞ, മുളക്, മല്ലി. ഇപ്പോൾ ഈ ടീസ്പൂണിലാണ് ഞാൻ 1.5 ടീസ്പൂൺ മുളകും മല്ലിയും പിന്നെ 1 ടീസ്പൂൺ മഞ്ഞയും. പിന്നെ നമുക്ക് കടുവറുക്കാനായിട്ട് വെളുത്തുള്ളി, കറിവേപ്പില, വറ്റൽമുളക്. അപ്പം ആദ്യം തന്നെ നമ്മൾ പാനിലിപ്പോൾ ഞാൻ പാൻ മാറ്റി അതിൽ പിന്നെ പയർ കുക്കറിൽ നിന്ന് മാറ്റി പാനിലാക്കി അടുപ്പത്ത് വെച്ചതിന് ശേഷം കുറച്ച് തിളച്ച വെള്ളം അതിൽ കെറ്റിലിൽ തിളച്ച വെള്ളം വെച്ചിട്ടുണ്ട്. അതും കൂടെ കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഇതിൽ പൊടികളൊക്കെ ചേർക്കുന്നത്. അപ്പം എല്ലാ പൊടികളും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നന്നായിട്ട് ഇതിനെ ബോയിൽ ചെയ്യണം. കാര്യം അതാണ് ശരിക്കും ഇത് നന്നായിട്ട് തിളയ്ക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ്. പിന്നെ പുളിയും കൂടെ പിഴിഞ്ഞ് ഒഴിച്ചത്. ഇപ്പോൾ അടച്ചു വെച്ച് ഇനി നന്നായിട്ട് നമുക്ക് തിളപ്പിക്കണം. ഒരു ഹൈ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ, ലോ ഫ്ലെയിമിലല്ല മീഡിയം ഫ്ലെയിമിലോ ഹൈ ഫ്ലെയിമിലോ ഇട്ട് നന്നായിട്ട് തിളച്ച് ഒരു 5 മിനിറ്റെങ്കിലും നന്നായിട്ട് തിളയ്ക്കുമ്പോഴാണ് ശരിക്കും ഇത് കുറുകുന്നത്. ആ സമയത്താണ് നമുക്കിത് കടുവറുക്കാൻ പറ്റിയത്. ശരിക്കും ഞാൻ 2 ആഴ്ചയ്ക്ക് മുമ്പും ഞാനൊരു ബ്രൗൺ പയറുകൊണ്ട് ഞാൻ പുളിങ്കറി വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ പയറുവർഗ്ഗങ്ങളും കൊണ്ട് നമുക്ക് പുളിങ്കറി വയ്ക്കാമെന്ന് ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ചെയ്യുന്നത് കേട്ടാണ് നമ്മളിവിടെ ചെയ്യാൻ തുടങ്ങിയത്. അപ്പം ഈ പയറുകൊണ്ട് ഞാൻ മെഴുക്ക് വരട്ടും തോരനല്ലാതെ വേറെ ഒന്നും ചെയ്യില്ലായിരുന്നു. അൺലെസ് ഇത് അറിഞ്ഞതിന് ശേഷം ഇപ്പോൾ പുളിങ്കറിയും കൂടെ വെക്കുകയാണ്. അപ്പം നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കണം. ഇത് പ്രത്യേകിച്ച് ഈ വക കറികളൊക്കെ മഴക്കാലത്ത് വളരെ നല്ല ഹെൽത്തി ആയിട്ടുള്ള കറികളാണ്. അപ്പം പിന്നെ ഇനി നമുക്ക് ശരിക്കും ഇതിൽ വലിയ ജോലിയില്ല. ഇതിപ്പം ജോലിക്ക് പോകുന്നവർക്കൊക്കെ രാവിലെ എളുപ്പം ഇത് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അടുപ്പത്ത് തിളയ്ക്കാൻ വെച്ചിട്ട് പിന്നെ എല്ലാം ചേർത്ത് വെച്ച് പിന്നെ എടുത്താൽ ഉടനെ ഒരു കറിയായി അല്ലേ. നമുക്ക് സാമ്പാറിനെ പോലെ പച്ചക്കറികളൊന്നും അരിഞ്ഞുകൊണ്ട് നിൽക്കണ്ട. ഒരുപാട് സമയം നന്നായി ഒഴിവായി കിട്ടും. അതുപോലെ എളുപ്പം ചെയ്തെടുക്കാനും പറ്റും. അപ്പം ഇനിയിപ്പോൾ ഇതിപ്പോൾ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. കറി കണ്ടില്ലേ, നല്ലൊരു കളർ ചേഞ്ചും നന്നായിട്ട് അതിൻ്റെ എണ്ണമയം പോലെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് കടുവറുക്കാം. അപ്പം വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കടുവറുക്കുന്നതായിരിക്കും നല്ലത്. വെളിച്ചെണ്ണയും കടുകും പിന്നെ വെളുത്തുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് എല്ലാം കൂടെ നന്നായിട്ട് കടുവറുത്ത് ഇതിലൊഴിച്ച് കഴിഞ്ഞാൽ പണി തീർന്നു. അപ്പം ഞാൻ പറയാൻ വന്നത് അതുപോലെ തന്നെ ഇതിൽ ഞാൻ കുറച്ച് 2-3 എനിക്ക് തോന്നുന്നു 3-4 പുളിങ്കറി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, വെറൈറ്റി ആയിട്ടുള്ളത്. അപ്പം താല്പര്യമുള്ളവരത് കണ്ട് ചെയ്ത് നോക്കണം, ചെയ്യാത്ത ആൾക്കാർ. പിന്നെ ഇനി ഞാൻ പാവയ്ക്കാപ്പുളിയും ഉഴുന്ന് കൊണ്ടുള്ള ഒരു പുളിയുണ്ട്, കറുത്ത ഉഴുന്ന് കൊണ്ടുള്ള ഒരു പുളി, മുഴുക്കയുള്ള ഉഴുന്നാണ്. അപ്പോൾ അതും അങ്ങനെ ഒരു കറിയുണ്ട്. അപ്പോൾ അത് ഞാൻ ചെയ്യുന്നുണ്ട്, സമയം കിട്ടുന്നതനുസരിച്ച് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പം ചെയ്യാത്ത ആൾക്കാരിത് ചെയ്ത് നോക്കണം. വളരെ നല്ല കറികളാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറികളാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം, എൻ്റെ വീഡിയോസൊക്കെ കാണണം. താങ്ക്സ് ഫോർ വാച്ചിങ് ഓൾ മൈ വീഡിയോസ്. ബൈ.